ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ എൻ്റെ കരിയറിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം നമുക്ക് ഇന്ന് അവരില്ല എന്നുള്ളതാണ് എൻ്റെ വിഷയം. നെടുമുടി വേണുചേട്ടൻ, തിലകൻ സാറ്, എൻ്റെ അച്ഛനായിട്ട് നെടുമുടി വേണുചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, തിലകൻ സാർ അഭിനയിച്ചിട്ടുണ്ട്, മധു സാറ്. അപ്പം നമ്മൾ ഈ ലെജൻസിനെ കാണുമ്പോൾ ജി സോമൻ, മറ്റുള്ള ഒരുപാട് പേര്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രസാദ് സാറ്, രാജൻ പി ദേവൊക്കെ എൻ്റെ അച്ഛനായിട്ട് ആദ്യം അഭിനയിച്ചാണ്. ജഗതി ചേട്ടൻ എൻ്റെ അച്ഛനായിട്ട് എത്രയോ സിനിമകൾ ചെയ്തു. അപ്പം ഇവരുടെ സിനിമ കാണുന്നതല്ല, അതിലൂടെ അഭിനയം നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാകും, അഭിനയിക്കാൻ. അപ്പം നമ്മളിങ്ങനെ ഇപ്പോഴും അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ഞാൻ അവരുടെ അഭിനയം കാണും. ഇന്ന് എനിക്ക് തോന്നുന്ന ഒരു പരിധി വരെ എത്ര വലിയ ആക്ടേഴ്സ് ആണെന്ന് പറഞ്ഞാലും നമ്മൾ അവരുടെ അഭിനയം പോയി നോക്കി നിൽക്കാൻ വേണ്ടിയതാണ്. സിനിമയിൽ ഭയങ്കരത, കാരണം സിനിമയിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, മാസമായിട്ട് എങ്ങനെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാനൊക്കെ. അന്ന് ഇതൊന്നും ഇല്ലാതെ ഫിലിമിൽ ഒരു റോൾ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ കളയണം. അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു മോണിറ്ററുടെ സഹായം പോലും ഇല്ലാതെ ഡയറക്ടർ ജോർജ് സാറിനെ പോലുള്ള, ഫാസിൽ സാറിനെ പോലുള്ള അന്നത്തെ വലിയ ലെജൻസായ എത്രയോ ഡയറക്ടേഴ്സ് അവർ വെറും അവരുടെ കണ്ണുകളിലൂടെ മാത്രം കണ്ടുകൊണ്ട് അവർ ആക്ഷൻ പറയുകയും കട്ട് പറയുകയും ചെയ്യും. ഒരു നടനെ നേരിട്ട് ഫേസിൽ അയാളുടെ ആക്ടിങ് കണ്ടുകൊണ്ടാണ്. ഇന്ന് മോണിറ്ററിൽ കണ്ടുകൊണ്ടാണ്. അത് എത്ര വേണമെങ്കിൽ നമുക്ക് തിരിച്ചും മറിച്ചെടുക്കുക, എന്ത് വേണമെങ്കിൽ